അപ്പോൾ ഗൈസ് മൈറു പാർട്ട് 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം. വായോ, അറയിലാണ് നമ്മൾ ഈ ഒരു അറയിലാണ് നിർത്തിയത്. ഇവിടെ എൻ്റെ ബ്രഷ് പെൻസ് വെക്കും, പരീക്ഷ പേപ്പർ വെക്കും, ജേണൽ സെറ്റ് വെക്കും, ജേണൽ ബുക്ക് വെക്കും. പിന്നെ അതേ പെൻ സെറ്റ് ഉണ്ട് ഇതിൻ്റെ അടിയിൽ. പിന്നെ പശ ഉണ്ട്, കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്, ഡ്രോയിങ് ബുക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, വീഡിയോ ചെയ്യാം, ഭയങ്കര സുഖം. ഇനി ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടാം. പക്ഷെ ഞാൻ ആ റൂമിലാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി വീഡിയോസൊക്കെ എടുക്കുക. നമുക്ക് വേണമെങ്കിൽ 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരാൾക്ക് ഈ കസാരട്ട് ഇവിടെ ഇരിക്കാം, ഒരാൾക്ക് കസാരട്ട് ഇവിടെ ഇരിക്കാം, ഒരാൾക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇരിക്കാം. ഒതുങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരിക്കാം. പിന്നെ എൻ്റെ ബെഡ് എന്ന് പറയുന്നത് ഇതാണ്. കേട്ടോ, ഇത് മറ്റേ ഈ ബെഡാണ്. ഇങ്ങനത്തെ ബെഡാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ മരം പോലെ ഗൈസ്. കേട്ടാ, ഇവിടെ കിടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. പഞ്ഞി മെത്ത പോലത്തെ വേഗം. അങ്ങനെ നമ്മൾ റൂമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കയറാം. നമുക്ക് തുടങ്ങാം. ഡിസ്റ്റർബ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ബാലൊക്കെ കാണിച്ചിട്ടുണ്ട്. അമ്മ TV തുറന്നിട്ട് ബുക്സൊക്കെ ഹിന്ദിയുടെ ഹോംവർക്ക് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ 5th-ലാണ് പഠിക്കുന്നത് കേട്ടോ. ചെയ്തതൊക്കെ ഞാൻ എഴുതിയിട്ടാണ്. ഹാൻഡിൻ്റെ ഇതിന് മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഡയറി കണ്ടോ, ഞാൻ ഡയറി കാണിച്ചതല്ലേ. കണ്ടോ, എൻ്റെ പേര് ഇതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഇംഗ്ലീഷ് ഡയറിയാണ് കേട്ടോ ഇത്. പിന്നെ തൊട്ട് അങ്ങോട്ട് ചിത്രവും കലബിലൊക്കെ ആയിട്ടാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാൻ വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതെല്ലാവരും കണ്ടിട്ട് തന്നെ പോണേ. ഇത് ഞാൻ ഇവിടെ ആയപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് വെച്ചാണ്. പിന്നെ ഇതുണ്ട്, ടീച്ചർ ഞാൻ നൈസ് നോക്കി എഴുതി തരും കേട്ടോ.